വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 6 വാക്യങ്ങൾ 16 മുതൽ. വൈകുന്നേരമായപ്പോൾ അവന്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി. അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ നേരം ഇരട്ടി തുടങ്ങി. യേശു അവരുടെ അടുത്ത് എത്തിയിരുന്നുമില്ല. ശക്തിയേറി കാറ്റടിച്ചിരുന്നതുകൊണ്ട് കടൽ ശോഭിച്ചു. 25-30 സ്ഥാദിയം ദൂരം കണ്ടു വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് തീരെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. അവനെ വള്ളത്തിൽ കയറ്റുവാൻ അവൻ ആഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയിലേക്ക് അടുത്തു. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റർ, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞു മക്കളെ, ആരാധനക്രമ വത്സരത്തിലെ കൈത്താൽ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 6ാം ഞായറാഴ്ചയിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. 6ാം അധ്യായം മുഴുവനും ജീവന്റെ അപ്പത്തെ കുറിച്ചുള്ള ചിന്തകളാണ് നമുക്ക് പകർന്നു നൽകുന്നത്. ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടാണ് ഇന്നത്തെ വചനഭാഗവും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. സഭാമാതാവ് ഇന്നത്തെ കാലഘട്ടത്തിൽ സഭാ മക്കൾക്ക് എന്താണോ ആവശ്യമായിരിക്കുന്നത് അതിനെ പറ്റിയ ചിന്തകളോടുകൂടിയ വചനമാണ് ഇന്ന് നമുക്ക് നൽകുന്നത്. ഈശോയുടെ ശിഷ്യന്മാർ, അരുമ ശിഷ്യന്മാർ, അവർക്ക് സ്ഥിരപരിചിതമായ ഈ ഒരു ജലത്തിൽ വള്ളവുമായിട്ട് അവർ യാത്ര പുറപ്പെടുകയാണ്. വള്ളത്തിൽ യേശു ഉണ്ടായിരുന്നില്ല. വചനം വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ്. യേശുവിനെ കൂടാതെ വഞ്ചിയെടുത്തുകൊണ്ട് മുക്കുവന്മാരായ ശിഷ്യന്മാര് നേരെ കടലിലേക്ക് ഇറങ്ങുകയാണ്. തുഴഞ്ഞ് കുറെ ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് എവിടുന്നോ പെട്ടെന്ന് കടന്നു വന്നിരിക്കുന്ന കടൽക്ഷോഭം അവരുടെ വള്ളത്തെ ആകമാനം അലട്ടുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ ആദ്യം സ്വന്തം പരിശ്രമങ്ങൾ മുഴുവനും അവർ ആകമാനം നോക്കി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുക്കുവന്മാരായതുകൊണ്ട് കടൽക്ഷോഭം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എങ്ങനെ വള്ളത്തെ പിടിച്ചു നിർത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തികള്. പക്ഷേ ഈ പ്രാവശ്യം മാത്രം ഒരു തരത്തിലും അവരെ കൊണ്ട് ആവുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് കർത്താവിന്റെ കാര്യം അവർ ഓർക്കുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ ആർക്കെങ്കിലും പനി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നേരെ ആശുപത്രിയിലേക്ക് പോകുന്ന രീതിയല്ല. നമ്മുടെ നാടൻ മരുന്നുകൾ ഒന്ന് പരിശോധിച്ച് നോക്കുന്ന രീതിയുണ്ടല്ലോ. അതിനുശേഷം അതിനെ കൊണ്ട് പറ്റുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ ആശുപത്രി തേടി പോകുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ അവരെ കൊണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവിനെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് നിറച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയാണവർ. അപ്പോഴാണ് കർത്താവിന്റെ രംഗപ്രവേശനം നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. തന്റെ മക്കൾ നിലവിളിച്ചു കഴിഞ്ഞാൽ എന്താണ് നിലവിളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിട്ടവന്റെ വിളിയാണ് നിലവിളി എന്ന് പറയുന്നത്. ആ വിളി തീർച്ചയായിട്ടും കേൾക്കുവാൻ കേൾവി ശക്തിയുള്ള ദൈവമാണ് നമുക്കുള്ളത് എന്നുള്ള ചിന്തയാണ് ഇന്ന് വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു വസ്തുത എന്ന് പറയുന്നത്. ചിലപ്പോ നമ്മുടെയൊക്കെ സഭയാകുന്ന കുടുംബവും നമ്മുടെ ഭവനമാകുന്ന കുടുംബവും ഒക്കെ ഇതുപോലെ ആടി ഉലഞ്ഞെന്ന് വരാം.
കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കേണ്ടത് എങ്ങോട്ടാണ് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വചനം നമ്മെ സ്പഷ്ടമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. തിരിഞ്ഞു നോക്കേണ്ടത് തമ്പുരാന്റെ പക്കലേക്കാണ്. നിലവിളിയിൽ ശബ്ദം മുഴുവനും കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള ചിന്തയായിരിക്കണം ദൈവം മക്കളുടെ തിരിഞ്ഞു നേട്ടം ദൈവത്തിന്റെ പക്കലേക്ക് നടന്നെടുക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഈ കുടുംബമാകുന്ന വഞ്ചിയിൽ യാത്ര ചെയ്യുന്നവരാണ്. എപ്പോഴും ശാന്തസുന്ദരമായ ജലത്തിലൂടെ സഞ്ചരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും ഒക്കെ. പക്ഷേ ചിലപ്പോൾ ചില സമയത്ത് കടന്നു വരുന്ന രോഗത്തിന്റെ മേഖലയിലുള്ള ലോഹനങ്ങളാകാം, പ്രക്ഷോഭങ്ങളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ അപകടങ്ങളാവാം, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികളുടെ മേഖലയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാവാം, ചിലപ്പോൾ ജോലി മേഖലകളിൽ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാവാം. നമ്മുടെ നോർമൽ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഞ്ചിയെ ആടി ഉലയ്ക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്, അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളെ കൊണ്ടാവുന്ന പരിശ്രമങ്ങൾ മുഴുവൻ നടത്തുകയും പരാജയപ്പെടുന്ന അവസരങ്ങളിൽ മനസ്സ് മടുക്കാതെ നടക്കേണ്ടത് എങ്ങോട്ടാണ് എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമായിട്ട് പഠിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഒരു സുപ്രഭാതത്തില് എല്ലാം നഷ്ടപ്പെട്ടവരാണ് വയനാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എന്ന് പറയുന്നത്. അവർക്ക് ഒരു സുപ്രഭാതത്തിൽ രക്ഷപ്പെട്ടു നോക്കിക്കഴിയുമ്പോൾ അവർ അന്ന് വരെ താമസിച്ചുകൊണ്ടിരുന്ന ഭവനം അവർക്ക് സ്വന്തമല്ലാതെയാവുകയാണ്. അവരത്ര നാള് സ്വന്തമാക്കി വച്ചിരുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, അത് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. ഇതിന്റെ അല്പമെങ്കിലും അംശം ശാംശീകരിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മലയാളികളായ നാം ഓരോരുത്തരും ലോകത്തിന്റെ ഏത് ദേശത്താണെങ്കിൽ പോലും അവരെ സഹായിക്കുവാൻ വേണ്ടി കടന്നു ചെല്ലുവാനുള്ള കാരണമെന്ന് പറയുന്നത്. ഇന്ന് അനേകായിരങ്ങൾ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. ഒരൊറ്റ കൈ സഹായം ഈ മലയാളികൾ എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ സഹായിക്കുവാൻ അങ്ങോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ ഹൃദയഭേദകമായ വേദനകളെ മനസ്സിലാക്കുവാൻ കെൽപ്പുള്ളവരാണ് മലയാളികൾ എന്ന് പറയുന്നത്. വെറും 4 അക്ഷരത്തിൽ മാത്രം ഒതുക്കി നിർത്തുവാൻ സാധിക്കുന്ന ഒന്നല്ല മലയാളി എന്നുള്ള വാക്ക് എന്ന് പറയുന്നത്. അതൊരു വികാരമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ പ്രവാസികളായിട്ട് ഗുജറാത്തിൽ കഴിയുമ്പോൾ പോലും ദിവ്യബലിക്ക് നമ്മൾ മലയാള ഭാഷയിലുള്ളതിൽ അണയുവാനുള്ള കാരണമെന്ന് പറയുന്നത്. ഏത് ഭാഷയാണേലും ദൈവത്തെ സംബന്ധിച്ചോളം കൃത്യമാണ് എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതിപ്പോ തമിഴ് ഭാഷയെ സംസാരിച്ചാലും ഇംഗ്ലീഷ് ഭാഷയെ സംസാരിച്ചാലും അല്ലെങ്കിൽ ഗുജറാത്തി ഭാഷയിലെ ഹിന്ദി ഭാഷയിലൊക്കെ സംസാരിച്ചാലും കേൾക്കുന്ന ദൈവത്തിന് കേൾവിശക്തി കുറവൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നിട്ടും നമ്മുടെ വികാരം എന്ന പോലെ മലയാള ഭാഷയിൽ വിശുദ്ധ കുർബാനയ്ക്കായി അണയുവാനുള്ള കാരണമെന്ന് പറയുന്നത് അത് നമ്മുടെ സ്വന്തം ഭാഷ എന്നുള്ള ഒരു ആത്മന ഉള്ള വികാരം നമുക്ക് നിലകൊള്ളുന്നു എന്നുള്ളത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, വയനാട് ദേശത്ത് ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ നമ്മുടേതായ രീതിയിൽ കൈ നീട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള വികാരം എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് വസ്ത്രമായിട്ടും ആഹാരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ സഹായിക്കുവാൻ 100 കൈകൾ അവരെ തേടിയെത്തുവാനുള്ള കാരണം മതം അവിടെ വിഷയമല്ല, രാഷ്ട്രീയം അവിടെ വിഷയമല്ല, കുടുംബ മഹിമ അവിടെ വിഷയമല്ല. ഒരേ ഒരു വികാരം മാത്രമേ ഉള്ളൂ, അത് നമ്മ ഓരോരുത്തരും മലയാളികൾ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന കുടുംബവും ഇതുപോലെയൊക്കെ പ്രക്ഷുബ്ധമാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
ഒരു സുപ്രതാപത്തിൽ നമ്മളൊക്കെ സമ്പാദിച്ചതും കൂട്ടിവെച്ചതും ഒക്കെ കൈമോശം വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മെ കൊണ്ട് ചെന്നെത്തിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നശിക്കാത്ത ഒരു ഡിപ്പോസിറ്റ്, ഒരിക്കലും നശിക്കാത്ത ഒരു സമ്പാദ്യം മാറ്റിവെക്കുവാൻ നമുക്കുണ്ടാകട്ടെ എന്നുള്ള കാര്യമാണ് ഈ ഒരു സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യുന്ന നന്മകളാണ്. ഒരു പിടി നന്മകൾ അവശേഷിപ്പിക്കുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് നമ്മൾ മലയാളികൾ എന്നുള്ള രീതിയിൽ അഭിമാനിക്കുവാൻ വക നൽകട്ടെ. മലയാളികൾക്ക് മലയാളികളുടേതായ ഒരു വികാരമുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വചനാത്മകമായ സന്ദേശം അത്തരത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കട്ടെ. ഓർമ്മിക്കേണ്ട വലിയ വസ്തുത ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ കുടുംബമോ, എൻ്റെ ഇടവകയോ, എൻ്റെ സഭയാകുന്ന കുടുംബമോ ഒക്കെ എപ്പോഴെങ്കിലും ആടി ഉലഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കേണ്ടത് ദൈവത്തിന്റെ പക്കലേക്കാണ്, തമ്പുരാന്റെ പക്കലേക്കാണ് എന്നുള്ള കാര്യം മറക്കാൻ സൂക്ഷിക്കാം. തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. കൈത്താ കാലഘട്ടം ഏറെ അനുഗ്രഹപ്രദമാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ